സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് അവേഴ്സ് ഇരുന്ന് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പഠിച്ചിട്ടോ നെറ്റ് എക്സാം നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അല്ലേ. സോ പ്രോപ്പറായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിന് നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ. പേപ്പർ 1 ഉണ്ട്, അതേപോലെ നമുക്ക് പേപ്പർ 2 ഉണ്ടായിരിക്കും. പേപ്പർ 1 നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 2 മാർക്ക് വെച്ച് 100 മാർക്കിന് ഉണ്ടാവും. ആൻഡ് പേപ്പർ 2 എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് വെച്ച് നമുക്ക് 200 മാർക്ക് ഉണ്ടാവും. സോ അങ്ങനെ മൊത്തം 300 മാർക്കിലാണ് നിങ്ങളുടെ നെറ്റ് എക്സാം നടക്കുന്നുണ്ടാവുക. സോ ഈ ഒരു 300 മാർക്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം 200 മാർക്കും പേപ്പർ 2വിലാണ്, ജസ്റ്റ് 100 മാർക്ക് മാത്രമാണ് പേപ്പർ 1 അല്ലേ. പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ ആയിരിക്കും, അതായത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും, എക്കണോമിക്സ് അങ്ങനെ ഏതാണെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് അതാണ് നിങ്ങളുടെ പേപ്പർ 2 വരിക. ബട്ട് പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആയിരിക്കും. ഇവിടെ കൂടുതൽ മാർക്ക് പേപ്പർ 2വിനാണ്, അതായത് കമ്പാരിംഗ്ലി മറ്റേതിൻ്റെ ഇരട്ടി മാർക്ക് എവിടെ കിട്ടുന്നുണ്ട്, പേപ്പർ 2വിന് കിട്ടുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് നെറ്റ് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, നെറ്റോ JRFോ നിങ്ങൾ ക്രാക്ക് ചെയ്യുമോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പേപ്പർ 2 ആയിരിക്കില്ല, പകരം പേപ്പർ 1 ആയിരിക്കും. പേപ്പർ 1ൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചാണ് നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റുക. ഈ പേപ്പർ 2 എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സബ്ജക്റ്റ് ആണെന്ന് പറയൂ, നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് പേപ്പർ 2വിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല അത് നമ്മൾ ഏറെക്കുറെ കണ്ട് പരിചയമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി സ്പീഡിൽ കഴിയും. കാരണം പക്കാ പുതിയ കൺസെപ്റ്റുകളല്ല പേപ്പർ 2വിൽ വരിക. നിങ്ങൾ പണ്ട് എവിടെയെങ്കിലും കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പേപ്പർ 2വിൽ വരിക. ഭൂരിഭാഗം കേട്ടോ, 100% എന്ന് പറയുന്നില്ല, ഭൂരിഭാഗം കൺസെപ്റ്റുകൾ നമ്മൾ മുമ്പ് കേട്ട് പരിചയമുള്ളതായിരിക്കും. ബട്ട് പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കൺസെപ്റ്റ് അധികവും പുതിയതായിരിക്കും. അതായത് പഴയ നിങ്ങൾ മുന്നേ ഡിഗ്രിക്കോ നമ്മൾ PGക്കോ ഒന്നും പഠിച്ച കാര്യങ്ങളല്ല അധികവും നമുക്ക് എവിടെ കാണാൻ കഴിയുക, പേപ്പർ 1ൽ കാണാൻ കഴിയുക. സോ ആ പേപ്പർ 1 നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു അതിൻ്റെ ബേസിലാണ് നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യുമോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഈ പേപ്പർ 1നെ ഒന്ന് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തൊക്കെ അതായത് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത് അല്ലേ. സോ നമുക്കൊന്ന് എഴുതി കാണിക്കാം. പേപ്പർ 1 നമ്മൾ പറഞ്ഞു മൊത്തം 10 യൂണിറ്റ്സ് ആണ് പേപ്പർ 1ന് ഉണ്ടാവുക. ഈ 10 യൂണിറ്റ്സിൽ നമ്മൾ ഈ 10 യൂണിറ്റ്സിനെ നമുക്ക് 2 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷൻസ് എന്ന് കൊടുക്കുക, ക്വാണ്ടിറ്റേറ്റീവ് അഥവാ പ്രാക്ടിക്കലും, ദെൻ അടുത്തത് തിയറട്ടിക്കൽ. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞു, തിയറട്ടിക്കലായിട്ട് നമ്മൾ 2 ക്ലാസിഫൈ ചെയ്യും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്നതാണ് നിങ്ങളുടെ മാത്സ്, അതേപോലെ നിങ്ങളുടെ ഡാറ്റ, ദെൻ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് വരും, അതേപോലെ തന്നെ നിങ്ങളുടെ റീഡിങ് കോംപ്രഹെൻഷൻ വരും. ഇതിൽ മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസൺ ഈ ഒരു 3 പോർഷൻസ് ആണ് ആക്ച്വലി ഭൂരിഭാഗം പേരും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നൊരു ഏരിയയാണ് മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസൺ. ദെൻ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളോട് പ്രിപ്പറേഷൻ സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി തിയറട്ടിക്കൽ പോർഷൻസിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. തിയറട്ടിക്കൽ നമുക്ക് വരുന്നതാണ് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ടീച്ചിങ് മെത്തഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു വരും. ദെൻ നിങ്ങളുടെ ICT കമ്പ്യൂട്ടേഴ്സിൻ്റെ വരും ICT, ദെൻ ഹയർ എഡ്യൂക്കേഷൻ വരാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്, കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ് വരും, ആൻഡ് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ 6 എണ്ണമാണ് അവിടെ വരും. സോ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ, 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 യൂണിറ്റ്സ് ആണ് വരിക. ഈ 10 യൂണിറ്റ്സിൽ നോർമലി നമ്മുടെ UGCയുടെ കണക്ക് പറയുകയാണെങ്കിൽ 10 യൂണിറ്റ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്, ഈക്വൽ എമൗണ്ട് ക്വസ്റ്റ്യൻസ് വരണമെന്നാണ് പറയുക. ബട്ട് നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അറിയാം 10 യൂണിറ്റ്സ് ഒന്നും ഈക്വൽ ആയിട്ടല്ല ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ, ചില യൂണിറ്റ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. സോ ആ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ടേ. പ്രാക്ടിക്കൽ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസണിങ് നിങ്ങൾ 100% എഫേർട്ട് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഈ 3 എണ്ണം. കാരണം ഇവിടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ 5 മാർക്കിന് വരുന്ന ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതേപോലെ മാത്സ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ 3 സെക്ഷൻസ് നിന്നാണ് വരിക. റീഡിങ് കോംപ്രഹെൻഷൻ വരും. ഇപ്പോൾ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് റീഡിങ് കോംപ്രഹെൻഷൻ കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട്. അതായത് 2 സെക്ഷൻസ് ഒക്കെ നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും റീഡിങ് കോംപ്രഹെൻഷൻസും കാണാറുണ്ട്. ബട്ട് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, പ്രിപ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട പ്രോപ്പർ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരും ദിവസങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഈ തിയററ്റിക്കലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെ ഏരിയയാണ്? റിസർച്ച് എന്ന് ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ദെൻ ടീച്ചിങ് എന്ന് വരും. കാരണം മെയിനായിട്ട് നമ്മൾ ടീച്ചിങ് ആണല്ലോ നമ്മുടെ ഫീൽഡ്. സോ ടീച്ചിങ് എന്ന് വരാറുണ്ട്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ, ദെൻ പീപ്പിൾ ഡെവലപ്മെൻറ്റ്. ഇത് ആക്ച്വലി നമുക്ക് 100% പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. കാരണം കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് വരും. ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് റിസർച്ച്, ടീച്ചിങ്, ദെൻ ഹയർ എഡ്യൂക്കേഷൻ. കമ്പാരിംഗ്ലി പീപ്പിൾ ഡെവലപ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേപ്പർ 1നെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മേഖലകൾ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ. കാരണം നമ്മൾ ഇനി വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് നോക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF ക്രാക്ക് ചെയ്തു. നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണത്. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയാറില്ല. നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിച്ചു, കുറെ റിവിഷൻസും മാരത്തൺസും ഒക്കെ അറ്റൻഡ് ചെയ്തു, കുറെ ഷോർട്ട് കട്ട് മെത്തേഡ്സും പഠിച്ചു. എന്നിട്ടും നെറ്റ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഇതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നെറ്റ് കോച്ചിങ് അക്കാഡമി. നിങ്ങളെ വെറും എക്സാമിന് പ്രിപ്പയർ ആക്കുക എന്നതല്ല, അതിലുപരി നിങ്ങളുടെ പഠന രീതി തന്നെ നമ്മൾ മാറ്റും. പരീക്ഷയുടെ രീതി അനുസരിച്ച് നമ്മുടെ പഠന രീതിയിലും മാറ്റം വരുത്തണം. ഡിഗ്രിക്കും PGക്കും പഠിച്ച അതേ രീതിയിൽ പഠിച്ചാൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നെറ്റ് നമ്മുടെ എക്സ്പേർട്സ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കേണ്ടത്, നിങ്ങളെ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയാണ് നെറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും വെറും വാഗ്ദാനങ്ങളല്ല. കാരണം കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും 100% മണി ബാക്ക് ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സോ ഇനി എങ്ങനെ വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ അല്ലേ? മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേപ്പർ 1ൽ തുടങ്ങുക. പേപ്പർ 1ൽ ഓരോ യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്യും. ദെൻ പേപ്പർ 2 എടുക്കും, 10 യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴും എക്സാമിൻ്റെ സമയമായിട്ടുണ്ടാവും. ആ ഒരു സമയമാകുമ്പോൾ കുറച്ച് 1-2 ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യും, അവർ പ്രാക്ടീസ് ചെയ്യും. നേരെ നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകും. ഇതാണ് മെജോറിറ്റി ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുക, നെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ എങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ പേപ്പർ 1 ആണ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. പേപ്പർ 1ൽ ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് മാത്തമാറ്റിക്സ്, മാത്സ് ആൻഡ് റീസണിങ് എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളൊരു തിങ്കൾ ടു വെള്ളി ആ ഒരു ഏരിയ പഠിച്ചു. നിങ്ങൾ ശനിയോ ഞായറായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് നിങ്ങൾ എല്ലാ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ നമ്മൾ പഠിച്ച പോർഷൻസ് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പം അധിക കേസിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറേ പോർഷൻസ് പഠിച്ചിട്ടുണ്ടാവും, കാണാപ്പാടും കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു രീതിയിലായിരിക്കില്ല. സോ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. സോ അതിന് നിങ്ങൾക്ക് എന്തെന്നെ വേണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. സോ എപ്പോഴും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. തിങ്കൾ ടു വെള്ളി നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുക, ഏതെങ്കിലും ഒരു യൂണിറ്റ് പഠിക്കുന്നു, ശനി ഞായറും എന്ത് ചെയ്യാം, ആ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓരോ മൊഡ്യൂൾസ് നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നെറ്റിനെ സംബന്ധിച്ച് 100% സിലബസ് കവർ ചെയ്ത് പോവുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 100% സിലബസ് കവർ ചെയ്ത് പഠിച്ചു പോയവരാണ് നെറ്റ് ക്രാക്ക് ചെയ്യുന്നതെന്ന് ഒരു ധാരണ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് രീതിയിലാണ് അതിനനുസരിച്ചാണ് വരിക. ഇപ്പോൾ ചില ആൾക്കാർ പേപ്പർ 1 മാത്രം പ്രിപ്പയർ ചെയ്ത് നെറ്റ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം പേപ്പർ 2 ഓൾറെഡി നമുക്ക് കുറേ അറിയുന്ന കാര്യങ്ങളുണ്ടാവും. പേപ്പർ 1ൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൊഡ്യൂൾ പഠിക്കുക, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അടുത്ത മൊഡ്യൂൾ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും.
സോ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓരോ യൂണിറ്റ്സും പഠിക്കേണ്ടത്, അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ കിട്ടും, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യുന്നുണ്ടോ. സോ നിങ്ങൾ പേപ്പർ 2 ഏതാണ് എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പേപ്പർ 1 ഏതൊക്കെ പോർഷൻസ് ആണ് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. സോ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ആ പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വരും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.